വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഹാരിസ് ബിരാൻ MP സംസാരിക്കുന്നു. തത്സമയം തിരുവനന്തപുരത്ത് ഓഫീസിലിരുന്ന് കഴിഞ്ഞാൽ ഇതിനൊന്നും നടക്കില്ല. കാരണം ഒരുപാട് നടപടിക്രമങ്ങളാണ് ഈ സെക്ഷൻ 11 പ്രകാരം ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെ വെടിവെക്കാനുള്ള ഉത്തരവ് കൊടുക്കുന്നതിന് മുമ്പ് ഒരുപാട് നടപടിക്രമങ്ങൾ പാലിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ നടപടിക്രമങ്ങളെല്ലാം പാലിക്കണമെങ്കിൽ അദ്ദേഹം തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ ഓഫീസിലിരുന്ന കാര്യം നടക്കില്ല. വയനാട്ടിലാണെങ്കിൽ വയനാട്ടിൽ, ഇടുക്കിയിലാണെങ്കിൽ ഇടുക്കിയിൽ, എവിടെയാണ് ഈ പ്രശ്നം നടക്കുന്നത് വെച്ചാൽ അവിടെയെല്ലാം ഇദ്ദേഹം ഗ്രൗണ്ടിൽ ഉണ്ടായിരിക്കണം. ആ ഗ്രൗണ്ടിൽ ഉണ്ടായിട്ട് ഉടനെ തന്നെ അതിനുള്ള ഉത്തരവ് കൊടുത്തതിന് ശേഷം ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം പിന്നെ നടപടിക്രമങ്ങളൊക്കെ ഉണ്ടാവേണ്ടത്. അപ്പോൾ ഇപ്പൊ പ്രശ്നങ്ങൾ രണ്ടാണ്. ഒന്ന്, നിയമം ഭേദഗതി ചെയ്യില്ല എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു. അപ്പോൾ നിയമം ഭേദഗതി ചെയ്യില്ലെങ്കിൽ പിന്നെ ഉള്ള നിയമം വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. ഈ ഉള്ള നിയമം വെച്ചിട്ട് നമ്മൾ അനങ്ങുന്നില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രശ്നം. ഈ കോടതിയെ സമീപിക്കുന്നത് കാരണം ഇത് കേരളത്തെ സംബന്ധിച്ചുള്ള വലിയൊരു വിപത്തായിരിക്കുകയാണ്. ഈ ആഴ്ചകളിൽ ഇത്ര പേര് കൊല്ലപ്പെട്ടു. ഈ കോടതിയെ സമീപിക്കുമല്ലേ അങ്ങനത്തെ ഇല്ല, കോടതിയെ സമീപിച്ചു കഴിഞ്ഞാലും കോടതിക്ക് ഉള്ള നിയമത്തിൽ തന്നെയല്ലേ കോടതിക്ക് വ്യാഖ്യാനം നടത്താൻ പറ്റുകയുള്ളൂ. കോടതിക്കായിട്ട് ഇപ്പോൾ നിയമത്തിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടോ അല്ലെങ്കിൽ ലൂപ്പ് ഹോൾ ഉണ്ടെങ്കിൽ അത് അടക്കാനുള്ള ഒരു അധികാരം കോടതിക്കില്ലല്ലോ. കോടതിക്ക് ഉള്ള നിയമത്തിൽ ഏത് രീതിയിലാണ് നടപ്പാക്കാൻ പറ്റുന്നത് ആ സംഗതിയിലാണ് കോടതിക്ക് ഒരു തരത്തിലുള്ള ഉത്തരവ് കൊടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കേരള സർക്കാരും അതേപോലെ തന്നെ കേന്ദ്രത്തിൻ്റെ ഇവിടെയുള്ള പാർലമെൻറ്റുമാണ് ചെയ്യേണ്ടത്. പക്ഷേ പാർലമെൻറ്റിൽ അവർ ഒരു ഭേദഗതി കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമ്മൾ നിസ്സഹായരാണ്. പക്ഷേ ഉള്ള നിയമം വെച്ചിട്ട് ഇനിയിപ്പോൾ കേരള സർക്കാരിന് എന്താ ചെയ്യാൻ പറ്റുന്നത് അതാണ് ചെയ്യേണ്ടത്. അത് ചെയ്തില്ലെങ്കിൽ അത് കോടതിയിൽ പോകാനുള്ള ഒരു വിവരങ്ങൾ നൽകിയത്.